ഫിലിപ്പി 3:20 നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതെ, നമ്മുടെ പൗരത്വം ഇപ്പോൾ ഇന്ത്യയിലാണ്, അല്ലെങ്കിൽ പല നാടുകളിലാണ്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാണ്. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, എന്നായാലും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് എത്തിച്ചേരേണ്ടത് സ്വർഗത്തിലാണ്. ഇപ്പോൾ ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുകയാണ്. അനേകം ആൾക്കാർ, നമ്മുടെ യുവതിയുവാക്കൾ, അതായത് നമ്മുടെ ബന്ധുമിത്രാദികൾ, ഫ്രണ്ട്സ് സർക്കിളിലെല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നുണ്ട്. ദൈവം നിന്നൊരു ചെറിയ ചിന്തയാണ്. നമ്മളോട് ഏകദേശം ഒരു 10-50 വർഷത്തിലധികമായിട്ട് വചനം പ്രഘോഷിച്ച് വചനം കിട്ടി അതിൽ നിന്നുണ്ടായിട്ടുള്ള മക്കളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരെല്ലാം വിദേശത്തേക്ക് ദൈവത്തിനൊരു വലിയൊരു പ്ലാനുണ്ട്. ആ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് വിദേശത്ത് പോകുന്നതും. അവിടെയെല്ലാം അവർ പിതാവായ ദൈവത്തിനോടും പുത്രായ ദൈവത്തിനോടും പരിശുദ്ധാത്മാവായ ദൈവത്തിനോടും പ്രാർത്ഥിക്കുകയും ആ ദേശം വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്ലാൻ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സമീപഭാവിയിൽ തന്നെ ഈ ദേശങ്ങളിലൊക്കെ ഉണ്ടാവാനിടയുള്ള പലതരം അനർത്ഥങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ട് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ആ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം അനേകം മക്കളെ, പ്രത്യേകിച്ച് യുവാക്കളെ വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്പിലേക്കെല്ലാം പഠിക്കാൻ പോകുന്നത്. ഇനി അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അവരുടെ മാതാപിതാക്കളെങ്കിലും ഈ കൊച്ചു കേരളത്തിലിരുന്ന്, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലിരുന്ന് അവർക്ക് വേണ്ടിയും ആ ദേശത്തിന് വേണ്ടിയും മാധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും. തൽഫലമായി ആ ദേശത്തുള്ള അനേകം തിന്മകൾ ഇല്ലാണ്ടാവുന്നതിനും ദൈവത്തിൻ്റെ വലിയ ക്രോധം അവിടെ പതിക്കാതിരിക്കുന്നതിനും ഇടയാകും. എല്ലാ മഹത്വവും ദൈവത്തിന്.